വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുന്നു. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നു പോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാൻ. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോടൊരു 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നു പോവില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണിത്. 1000 രൂപ കൂട്ടിയത് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം അതാണ്. നമസ്കാരം. പറഞ്ഞ വാക്കും പഴയ ചാക്കും ഒരുപോലെ എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. എന്തായാലും തൻ്റെ വാക്ക് പഴയ ചാക്കിൻ്റെ പോലുള്ള വില കുറഞ്ഞ ഒരു വസ്തുവായി അല്ലെങ്കിൽ അത്തരത്തിൽ പരിഗണിക്കപ്പെടാൻ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ചുമതലയേറ്റ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏതാണ്ട് 366 ദിവസത്തിലധികം രാപ്പകൽ സമരം ചെയ്ത ആശാ വർക്കർമാരോട് അന്ന് സമരപ്പന്തലിൽ അവരുടെ അരികത്തെത്തിയ വി ഡി സതീശൻ അവരുടെ ദൈന്യത കണ്ടപ്പോൾ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കും. അന്ന് വി ഡി സതീശൻ പറഞ്ഞ വാക്ക് പഴയ ചാക്ക് പോലെയായില്ല. ഇന്ന് വി ഡി സതീശൻ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ അതിനുശേഷം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ വി ഡി സതീശൻ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഒന്ന് അന്ന് ആശാ വർക്കർമാർക്ക് കൊടുത്ത അവരുടെ വേതന വർധവിനെ കുറിച്ചുള്ള ഒരു തീരുമാനം തന്നെയാണ്. 3000 രൂപയാണ് ആശാ വർക്കർമാരുടെ മാസവേതനത്തിൽ കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അവരുടെ റിട്ടയർമെൻറ്റ് പദ്ധതികളടക്കം അതിൻ്റെ സാമ്പത്തിക ആനുകൂല്യങ്ങളടക്കം കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. ഇന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ കണക്കിലെടുക്കുമ്പോൾ അതിനെല്ലാം വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, പ്ലാൻ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആശാ വർക്കർമാരുടെ സാമ്പത്തികമായ വരുമാനത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അത്തരമൊരു തീരുമാനം കൈക്കൊള്ളും എന്ന് വി ഡി സതീശൻ അന്ന് ആശാ വർക്കർമാരുടെ സമരപന്തലിലെത്തി അവർക്ക് കൊടുത്ത വാക്ക് ഇപ്പോൾ അദ്ദേഹം പാലിച്ചിരിക്കുന്നു. 3000 രൂപ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ വർധനവുണ്ടാക്കിയിരിക്കുന്നു. ഇതുപോലെ തന്നെ പാചക തൊഴിലാളികളുടെയും അംഗനവാടി ടീച്ചേഴ്സിൻ്റെയുമെല്ലാം ശമ്പളത്തിൽ നേരിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കൊരു 2000 അല്ലെങ്കിൽ 3000 രൂപയെങ്കിലും വെച്ച് കൂടുതൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പരിസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ അതിനാവാതെ വന്നിരിക്കുന്നു. ഇനിയും 2-3 ഘട്ടങ്ങളായി അവരുടെ ശമ്പള വർധനവുണ്ടാകും. 1000 രൂപ വെച്ച് അംഗൻവാടി ടീച്ചർമാർക്കും അവിടെ പാചക തൊഴിലാളികൾക്കുമെല്ലാം 1000 രൂപ വർധനവ് കൂടുതൽ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അത്തരം ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നു. തൻ്റെ വാക്കും പഴയ ചാക്കും എന്ന രീതി ഒരു കാരണവശാലും എവിടെയും പ്രയോഗിക്കപ്പെടാൻ പാടില്ല. വാക്കിലാണ് ദൈവം, വാക്കാണ് ദൈവം, വാക്കാണ് സത്യസന്ധതയുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും മൂല്യവത്തായ ഒരു വികാരം എന്ന് തന്നെയാണ് വി ഡി സതീശൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പിന്നീട് മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇതുതന്നെയാണ് എടുത്തു പറഞ്ഞത്. കൂടുതൽ സമഗ്രമായ പദ്ധതികൾ ഉണ്ടാകും. സാമ്പത്തികമായി കേരളം
ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. അതിന് സമ്പത്ത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സാമ്പത്തികമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു കാരണവശാലും നിരാശയിലാഴ്ത്താൻ പറ്റില്ല. അതുകൊണ്ട് സാമ്പത്തികം എവിടെ നിന്നെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. തീർച്ചയായും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു പദ്ധതിയും മുടങ്ങില്ല, അല്ലെങ്കിൽ ക്ഷേമകരമായ ഒരു പ്രവർത്തനങ്ങളും നടക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് പുതിയ മുഖ്യമന്ത്രി ചുമതലയേറ്റുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹം മാധ്യമ സമ്മേളനത്തിലും ഇത് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട ചില നടപടികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നിപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അല്ലേ, അവരോട് ഏറ്റവും മാന്യമായി, അവരെ കരുതലോടുകൂടി, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിലുണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ള. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുന്നു. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെൻറ്റ് ബെനഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോൾ ചാർജ് എടുത്താലേ നമുക്കിതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്.
അപ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപയാവും ഇപ്പോൾ. പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1,000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാൻ. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1,000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോയില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണിത്. 1000 രൂപ കൂട്ടിയത് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം അതാണ്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2,000 രൂപയും 3,000 രൂപയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1000 രൂപ ആക്കിയത് അതാണ്. പക്ഷേ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം പിന്നീട് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ. അതിപ്പോൾ ഇന്നെല്ലാം കൂടി പറയണ്ടല്ലോ. ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം വരും. അതിനൊരു ടൈം ഫ്രെയിമും ഉണ്ട് നമുക്ക്. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണമായ തീരുമാനം നമ്മൾ വരും കേട്ടോ. ഇതാണ് ചെയ്തിരിക്കുന്നത്.